ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിന് പോകുന്നതിനേക്കാൾ ധൈര്യം വേണ്ടത് ഇതാ ഈ ഫ്ലൈറ്റിൽ കയറാനാണ്. ലൈഫിൽ റിസ്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. Hi guys, this is Abhi. Welcome to my solo trekking to Everest. കാഠ്മണ്ഡു എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ടയർ പഞ്ചറായി. അതും ശരിയാക്കി കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും ഉച്ചയായി. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ. താമേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ബേസ് ക്യാമ്പ് ട്രക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ നാട്ടിൽ നിന്ന് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ വളരെ ചെലവ് ചുരുക്കി കിട്ടും. രാത്രി മൊത്തം നമ്മൾ ആ സ്ട്രീറ്റിലൂടെ കറങ്ങി നടന്നു. ഇവിടുത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയ പബ്ബിലും കയറി അടിച്ചു പൊളിച്ചതിന് ശേഷം പിറ്റേ ദിവസത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്ലൈറ്റിനുണ്ട് ഞാൻ തയ്യാറായി. ജീവിതത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്, അതും ഏറ്റവും ഡേഞ്ചറസ് ആയ എയർപോർട്ടിൽ ഒരു കുഞ്ഞു വിമാനത്തിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് സി.ഐ.ഡി. മൂസയാണ് ഓർമ്മ വന്നത്. ആ സിനിമയിൽ കണ്ട കറക്റ്റ് ഫ്ലൈറ്റ് ആണ് ഞാൻ ഇവിടെ കണ്ടത്. 15 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ടർബുലൻസ് പോലും നന്നായിട്ട് അറിയും. ഫ്ലൈറ്റ് ഇങ്ങനെ കാറ്റടിച്ച് വെട്ടി മാറുന്നത് നമുക്ക് വിമാനത്തിൽ കയറാനുള്ള ഒടുക്കത്തെ ആഗ്രഹം അതോടെ അവസാനിച്ചു. ലൈഫിൽ ഏറ്റവും നീണ്ടു നിന്ന 15